അനേകം ക്രിസ്ത്യാനികളുടെ ആത്മീയ ജീവിതം ഇതുപോലെയാണ്. പാപത്തിന്റെ ആഗ്രഹം ഉള്ളിൽ കടന്ന് തിളച്ച് മറിഞ്ഞാലും, കുമ്പസാരം കഴിഞ്ഞുള്ള ജീവിതത്തെ കുറിച്ച് പറയണത്, പാപത്തിന്റെ ആഗ്രഹം ഉള്ളിൽ കടന്ന് തിളച്ച് മറിയുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ ആത്മീയ ജീവിതം എന്ന് ചിലർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുക. എന്ന് കൺട്രോൾ കൊള്ളാൻ നരകത്തിൽ കിടക്കും. പാപത്തിന്റെ മേൽ കൺട്രോൾ ചെയ്ത് നടന്നിട്ട് വിശുദ്ധി ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുക. ഒരു വിശുദ്ധി അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കണം. കൺട്രോൾ മാത്രമേ ഉള്ളൂ. ഇതല്ല നമ്മുടെ കർത്താവായ യേശു കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി പ്രഖ്യാപിച്ച വിശുദ്ധ ജീവിതം. പാപത്തെ സംബന്ധിച്ച് മരിച്ച ഒരവസ്ഥയുണ്ട്. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ശരിക്കും നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നോക്കിക്കോ, മരിക്കുന്നതിന് എത്ര നേരത്തെ നോക്കിയോ അത്രയും നല്ലതാണ്. ശരിക്കും യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തു നമുക്ക് തരുന്ന ഒരു വലിയ കൃപയാണ് പാപസംബന്ധമായ കാര്യങ്ങളിൽ മരിച്ച ഒരവസ്ഥ. അത് മനസ്സ് സൗജന്യമായിട്ട് തരുന്നതാണ് വിശുദ്ധി. മരിക്കുന്നവരെ ആഗ്രഹം ഉണ്ടാവും, ഈ പാപം ഉപേക്ഷിക്കണം, ഈ തിന്മ ഉപേക്ഷിക്കണം, ഈ സ്വഭാവം ഉപേക്ഷിക്കണം. മരിക്കുന്നവരെ ആഗ്രഹം ഉണ്ടാവും നല്ല മനുഷ്യനാകാൻ. നടക്കില്ല. അത് നടക്കാനുള്ള വഴിയാണ് സ്വർഗ്ഗം നമുക്ക് തന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക.